സുഖമായിട്ടിരിക്കുകയാണല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ടിരിക്കുകയാണല്ലേ. യെസ്, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ന്യൂ ലെസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ് ലെസൺ? ട്രീയുടെ സ്റ്റോറിയൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കണ്ടിന്യൂഷൻ ആ സ്റ്റോറി എന്താണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് എന്താണ് സ്റ്റോറി എന്ന് പറഞ്ഞു തരും. ഓക്കെ? Okay, all of you take your textbook. Please listen here, page number 3. Okay, നമ്മളെ continuation story ആണ്. A stormy wind started blowing through the forest. It blew so hard that all the trees started shaking violently. Crashed all the sparkling glass leaves of the fir tree broke into small pieces. It was ugly and leafless again. അപ്പോൾ സെക്കൻഡ് ടൈമും നമ്മുടെ വുഡ് ഫെയറി നമ്മുടെ ഫെർ ട്രീക്ക് സ്പാർക്ലിംഗ് ഗ്ലാസ് ലീവ്സ് കൊടുത്തായിരുന്നു അല്ലേ. അപ്പോഴും എന്താ പറയുന്നുണ്ട്? ഇറ്റ്സ് ഹാപ്പിനെസ് ഡിഡ് നോട്ട് ലാസ്റ്റിംഗ് ദിസ് ടൈം എയ്തർ എന്ന് പറഞ്ഞിരുന്നു. സ്റ്റോമി വിൻഡ്, കൊടും കാറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഫോറസ്റ്റ് ഫുള്ളും കുലുങ്ങാൻ തുടങ്ങി. കൊടുങ്കാറ്റിൽ വളരെ കുടുങ്ങി നിൽക്കുവാണ്. ഇറ്റ് ബ്ലോ സോ ഹാർഡ് ദാറ്റ് ഓൾ ദി ട്രീ സ്റ്റാർട്ടഡ് ഷേക്കിംഗ് വയലൻ്റ്ലി. എല്ലാ മൃഗങ്ങളും ഷേക്ക് ചെയ്യാൻ വളരെ നന്നായിട്ട് ഇങ്ങനെ കുലുങ്ങാനായിട്ട് തുടങ്ങി. ഓൾ ദ സ്പാർക്ലിംഗ് ഗ്ലാസ് ലീവ്സ് ഓഫ് ദി ഫർ ട്രീ ബ്രോക്ക് into small pieces. It was ugly and leafless again. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ഫെർ ട്രീൻ്റെ സ്പാർക്ലിംഗ് ഗ്ലാസ് ലീവ്സ് എല്ലാം ഷേക്ക് ചെയ്ത് അതെല്ലാം ബ്രോക്കൺ ആയി സ്മോൾ പീസസ് ആയി മാറി. ഇറ്റ് വാസ് അഗ്ലി ആൻഡ് ലീഫ്ലെസ് എഗെയിൻ. പിന്നെയും നമ്മുടെ ഫെർ ട്രീക്ക് ലീവ്സ് ഒന്നും ഇല്ലാതെ പഴയ ആ ഗ്രീൻ നീഡിൽസ് മാത്രമായി പോയി. അവന് അഗ്ലി ആയി പോയി. It wept loudly, the cruel wind has broken all my leaves. What shall I do? I wish I had broad and smooth green leaves. Then I will be contented and happy. ഇതാണ് അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ ലീവ്സ് എല്ലാം നഷ്ടമായി. എൻ്റെ ഈ ക്രൂവൽ വിൻഡ് എല്ലാം ബ്രോക്കൺ ചെയ്യിച്ചു. വാട്ട് ഷാൽ ഐ ഡു? ഞാനിനി എന്ത് ചെയ്യും? ഐ വിഷ് ഐ ഹാഡ് ബ്രോഡ് ആൻഡ് സ്മൂത്ത് ഗ്രീൻ ലീവ്സ് വെൻ ഐ വിൽ കണ്ടന്റഡ് ആൻഡ് ഹാപ്പി. The wood fairy heard its sobs again and granted its wish. The next morning, the fir tree had broad and smooth green leaves. It was full of joy. What beautiful leaves I have! Robbers won't steal them. The cruel storm wind can't break them. Now I will be happy forever. അപ്പോൾ നമ്മുടെ ഫെർ ട്രീയുടെ വിഷമം പിന്നെയും വുഡ് ഫെയറി കണ്ടു. വുഡ് ഫെയറി പിന്നെയും വിഷ് ചെയ്തു. നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോൾ നമ്മുടെ ഫെർ ട്രീയുടെ സ്മൂത്ത് ഗ്രീൻ ലീവ്സ് ഒക്കെ ലഭിച്ചു. It was full of joy. But beautiful leaves I hope robbers won't steal them. The cruel strong wind can't break them. Now I will be happy forever. Suddenly there was a noise of bleating in the forest. 3 billy goats were wandering in the forest looking for something to eat. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് suddenly there was a noise of bleating in the forest. 3 billy goats were wandering in the forest looking for something to eat. അപ്പോൾ 3 billy goats അതുവഴി വരികയുണ്ടായി. ആ ഫോറസ്റ്റിൽ അവർ ഫുഡിനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. They saw the broad soft green leaves of the fir tree. They ran to it and started eating its tasty leaves. ഈ 3 billy goats കൂടി, ഈ 3 പേരും കൂടി ചേർന്ന് നമ്മുടെ ഫെർ ട്രീൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ലീവ്സ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടീച്ചർ ഹാർഡ് വേർഡ്സ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. പ്ലീസ് ലിസൺ ഹിയർ. ഫസ്റ്റ് വൺ violently, ugly, contented, then needle, last one bleating. Okay, first one violently, VIOLENTLY, violently. Next one ugly, UGLY, ugly. Next one contented, CONTENTED,
D. Contented. Needle. N-E-E-D-L-E. Needle. Last one. Bleating. B-L-E-A-T-I-N-G. Bleating. Okay. Please listen. Violently. Ugly. Contented. Needle. Bleating. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. പ്ലീസ് ലിസൺ ഹിയർ. ഹാർഡ് വേർഡ്സ് ആണ് നമുക്ക് നോട്ടിൽ എഴുതാനുള്ളത്. ഫസ്റ്റ് വൺ വയലൻ്റ്ലി, അഗ്ലി, കണ്ടന്റഡ്, നീഡിൽ, ബ്ലീറ്റിംഗ്. ഫസ്റ്റ് വൺ വയലൻ്റ്ലി, VIOLENTLY, വയലൻ്റ്ലി. ദെൻ അഗ്ലി, UGLY, അഗ്ലി. കണ്ടന്റഡ്, CONTENTED, contented. Needle, NEEDLE, needle. The last one bleating, BLEATING, bleating. ഓക്കെ, അപ്പോൾ ഓരോന്നും 5 times നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹൗ ആർ യു? ആർ യു ഫൈൻ ടുഡേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അല്ലേ? പഠിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ സെക്കൻഡ് ഡേ പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫ്രം ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ തേർഡ് ടേം പോർഷൻസ്. ഓക്കെ, ആൻഡ് അവർ ഫസ്റ്റ് ലെസൺ ഈസ് നോട്ട് പാഡ്. നോട്ട് പാഡ് എന്താണെന്നുള്ളത് ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ടീച്ചർ കുറച്ച് ഹാർഡ് വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് റീഡ് ചെയ്യാം. ഓക്കെ, നമ്പർ 1 നോട്ട് പാഡ്, NOTEPAD, നോട്ട് പാഡ്. Number 2 view, VIEW, view. Number 3 edit, EDIT, edit. Number 4 title bar, TITLE, title bar, BAR. Number 5 format menu, FORMAT, format menu, MENU, format menu. All of you open your text and take page number 40. Lesson 6, Notepad. A very small book that is used to write something on it is called a notepad. Notepad എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്മോൾ ബുക്കാണ്. നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? യൂസ്ഡ് ടു റൈറ്റ് സംതിങ് ഓൺ ഇറ്റ്, അതായത് എന്തെങ്കിലും എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്മോൾ ബുക്കിനെയാണ് എന്ത് പറയുന്നത്? നോട്ട് പാഡ്. സിമിലർലി ദർ ഈസ് എ നോട്ട് പാഡ് ഇൻ ദ കമ്പ്യൂട്ടർ. ഇതാണ് ഒരു നോട്ട് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും എന്തുണ്ട്? ഒരു നോട്ട് പാഡ് ഉണ്ട്. ഓക്കെ, നോട്ട് പാഡ് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാം. നോട്ട് പാഡ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാമാണ്. ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വേർഡ്സിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള എഡിറ്റിങ്, പലതരത്തിലുള്ള തിരുത്തലുകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഏതെന്ന് പറയുന്നത്? നോട്ട് പാഡ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ദ യൂസേഴ്സ് ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇത് യൂസേഴ്സിനെ എന്തിനു സഹായിക്കുന്നു? ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് നോട്ട് പാഡ് ഈസ് ടു വ്യൂ ഓർ എഡിറ്റ് ടെക്സ്റ്റ് ഫയൽസ്. അപ്പോൾ സാധാരണയായിട്ട് നോട്ട് പാഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടെക്സ്റ്റ് ഫയൽസ് എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവ വ്യൂ ചെയ്യുന്നതിനും. വ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? കാണുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ട് പാഡ് ഉപയോഗിക്കുന്നത്. ദെൻ സ്റ്റാർട്ടിങ് നോട്ട് പാഡ്, എങ്ങനെയാണ് നോട്ട് പാഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ദ നോട്ട് പാഡ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ നോട്ട് പാഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സാണ് താഴെ പറയുന്നത്. നമ്പർ 1, ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ പോയിൻറ്റ് ടു ഓൾ പ്രോഗ്രാംസ്, ഓൾ പ്രോഗ്രാംസ് പോയിൻ്റ് ചെയ്യുക. ഇതാണ് ഓൾ പ്രോഗ്രാംസ്. ദെൻ ക്ലിക്ക് ഓൺ ആക്സസറീസ്. അപ്പോൾ ഓൾ പ്രോഗ്രാംസിൽ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആക്സസറീസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആക്സസറീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ് മെനു വരുന്നുണ്ട്. എ സബ് മെനു വിൽ അപ്പിയർ. ഇത് കണ്ടോ? ആക്സസറീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സബ് മെനു വരുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ നോട്ട് പാഡ്, അതിൽ നോട്ട് പാഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ട് പാഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് വിൻഡോ വരുന്നു? നോട്ട് പാഡ് വിൻഡോ വരുന്നു. ദെൻ വി ക്യാൻ ഓൾസോ ടൈപ്പ് ദ നോട്ട് പാഡ് ഇൻ ദ സ്റ്റാർട്ട് മെനു
സെർച്ച് ബോക്സ്. ഇതാണ് സ്റ്റാർട്ട് മെനു സെർച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് പാഡ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്തും എന്ത് വരുന്നുണ്ട്? ദ നോട്ട് പാഡ് വിൻഡോ വിൽ അപ്പിയർ. നോട്ട് പാഡ് വിൻഡോ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. എലമെൻറ്റ്സ് ഓഫ് നോട്ട് പാഡ് വിൻഡോ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി എലമെൻറ്റ്സ് ഓഫ് നോട്ട് പാഡ് വിൻഡോ. ഇതാണ് നോട്ട് പാഡ് വിൻഡോ എന്ന് പറയുന്നത്. ഇതിലുള്ള എലമെൻറ്റ്സ്, ഇതിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഓക്കെ. ദ നോട്ട് പാഡ് ഹാസ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. അതായത് ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്? ടൈറ്റിൽ ബാർ. ഓക്കെ. അറ്റ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ ദർ ഈസ് എ ടൈറ്റിൽ ബാർ. ഇറ്റ് ഷോസ് ദ നെയിം ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓർ ഫയൽ ദാറ്റ് ഈസ് കറൻ്റ്ലി ഓപ്പൺ. അതായത് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ, ഈ വിൻഡോയുടെ ടോപ്പിൽ, ഇതാണ് ഈ ടോപ്പിൽ കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്? ടൈറ്റിൽ ബാർ. ഓക്കെ. ദർ ഈസ് എ ടൈറ്റിൽ ബാർ. It shows the name of the document or file that is currently open. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിൻ്റെ നെയിമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ അൺടൈറ്റിൽഡ് ആണ് തന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ പേരൊന്നും ഇല്ല, അതുകൊണ്ടാണ് അൺടൈറ്റിൽഡ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഫയൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പേര് കൊടുക്കും. അപ്പോൾ ആ പേരാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ടൈറ്റിൽ ബാറിൽ കാണിക്കുന്നത്. ദെൻ മെനു ബാർ. എന്താണ് മെനു ബാർ എന്ന് പറയുന്നത്? ബിലോ ദ ടൈറ്റിൽ ബാർ ദർ ഈസ് എ മെനു ബാർ. അപ്പോൾ ടൈറ്റിൽ ബാറിൻ്റെ താഴെയാണ് ഏത് വരുന്നത്? മെനു ബാർ. ഇതെവിടെ നോക്കിക്കോളൂ, ഇതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇതാണ് മെനു ബാർ. ഓക്കെ. അപ്പോൾ ഈ മെനു ബാറിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇറ്റ് ഹാസ് ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വ്യൂ ആൻഡ് ഹെൽപ്പ് ഓപ്ഷൻ ഇൻ ഇറ്റ്. ഇതെവിടെ നോക്കിയോളൂ, എന്തൊക്കെയാണ് വരുന്നത്? മെനു ബാറിൽ ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, വ്യൂ ആൻഡ് ഹെൽപ്പ് ഓപ്ഷൻസ്. ഓക്കെ. ഓൾ ദീസ് മെനൂസ് ഹെൽപ്സ് ദ യൂസർ ടു വർക്ക് ഇൻ നോട്ട് പാഡ് ഈസിലി. അപ്പോൾ ഈ മെനൂസ് എന്താണ് യൂസറിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നോട്ട് പാഡിൽ വളരെയധികം ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ദെൻ വർക്കിംഗ് ഏരിയ. എന്താണ് വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിഗ് ബ്രോഡ് വൈറ്റ് ഏരിയ ബിലോ ദ മെനു ബാർ. ഇറ്റ് ഈസ് ദ ഏരിയ വെയർ വി വർക്ക്. ഇതാണ് വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ്, മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് എ ബിഗ് ബ്രോഡ് വൈറ്റ് ഏരിയ ബിലോ ദ മെനു ബാർ. ഇറ്റ് ഈസ് ദ ഏരിയ വെയർ വി വർക്ക്. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് വർക്കിംഗ് ഏരിയ. ദെൻ കൺട്രോൾ ബട്ടൺ. എന്താണ് കൺട്രോൾ ബട്ടൺ? ദർ ആർ 3 buttons situated at the right top corner of the title bar. അപ്പോൾ ടൈറ്റിൽ ബാറിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ 3 ബട്ടൺസ് ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്നത്. ദീസ് ബട്ടൺസ് ആർ, അത് ഏതൊക്കെയാണ് ആ ബട്ടൺസ് എന്ന് പറയുന്നത്? മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ദെൻ ക്ലോസ് ബട്ടൺ. ദ മിനിമൈസ് ബട്ടൺ, ദെൻ മാക്സിമൈസ് ബട്ടൺ ആൻഡ് ക്ലോസ് ബട്ടൺ. ഓക്കെ. മിനിമൈസ് ബട്ടൺ. എന്തിനാണ് മിനിമൈസ് ബട്ടൺ ഉപയോഗിക്കുന്നത്? ദിസ് ബട്ടൺ ഹെൽപ്സ് ആസ് ടു മിനിമൈസ് ദ ഓപ്പൺ വിൻഡോ. അതായത് ഈ ഓപ്പൺ വിൻഡോ മിനിമൈസ് ചെയ്യുക. അതായത് ഇതാണ് ഇതിൻ്റെ വലിപ്പം കുറച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? മിനിമൈസ് ബട്ടൺ. ദെൻ മാക്സിമൈസ് ബട്ടൺ. ബൈ ക്ലിക്കിംഗ് ഓൺ ദിസ് ബട്ടൺ വി ക്യാൻ എൻലാർജ് ദ ഓപ്പൺ വിൻഡോ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് സ്മാളർ ഓൺ ദ സ്ക്രീൻ. അതായത് സ്ക്രീനിൽ ഇതിൻ്റെ ഈ ഓപ്പൺ വിൻഡോയുടെ സൈസ് കുറവാണെങ്കിൽ നമുക്കിത് എൻലാർജ് ചെയ്യണമെങ്കിൽ, ഇത് കുറച്ച് എന്താണ് സൈസ് കൂട്ടി കാണണമെങ്കിൽ നമ്മൾ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്? മാക്സിമൈസ് ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ദെൻ ക്ലോസ് ബട്ടൺ. ദിസ് ബട്ടൺ ഹെൽപ്സ് ആസ് ടു എക്സിറ്റ് ദ പ്രോഗ്രാം. അപ്പോൾ ക്ലോസ് ബട്ടൺ ഏതാണ്? ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ദ നോട്ട് പാഡ് പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ആവുന്നു. ഓക്കെ. ദെൻ ടൈപ്പിംഗ് ഇൻ നോട്ട് പാഡ്. നോട്ട് പാഡിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? ആസ് ദ നോട്ട് പാഡ് ഈസ് എ ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാം. ടു മേക്ക് എഡിറ്റിംഗ് ഇൻ അവർ ടെക്സ്റ്റ് ഫസ്റ്റ്ലി വി നീഡ് ടു എൻ്റർ ദ ടെക്സ്റ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. എന്താണ് നോട്ട് പാഡ് എന്ന് പറയുന്നത്? ഒരു ടെക്സ്റ്റ് എഡിറ്റർ പ്രോഗ്രാമാണ് അല്ലേ? അപ്പോൾ ടു മേക്ക് എഡിറ്റിംഗ് ഇൻ അവർ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ്, ഇതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ്ലി വി നീഡ് ടു എൻ്റർ ദ ടെക്സ്റ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഈ നോട്ട് പാഡ് ഇവിടെ നമ്മളെന്താ ഈ വർക്കിംഗ് ഏരിയയിൽ നമ്മൾ എന്ത് എൻ്റർ ചെയ്യണം? ടെക്സ്റ്റ് എൻ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. We can type the text in Notepad by using the keyboard അല്ലേ?
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് എല്ലാം ഇതിൽ ടൈപ്പ് ചെയ്യുന്നത്, അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കീബോർഡാണ് ഉപയോഗിക്കുന്നത്. ആസ് വി സ്റ്റാർട്ട് ടൈപ്പിംഗ്, ദ ടെക്സ്റ്റ് വിൽ സ്റ്റാർട്ട് അപ്പിയർ ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കേഴ്സർ. അപ്പോൾ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതാണ് കേഴ്സർ എന്ന് പറയുന്നത്. ഈ കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് അപ്പിയർ ചെയ്യുന്നത്? ടെക്സ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ചേഞ്ചിങ് ദ ഫോണ്ട് സൈസ്. എങ്ങനെയാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നത്? ദ ഫോണ്ട് സൈസ് ഓർ ടെക്സ്റ്റ് സൈസ് ഈസ് ദ ഓവറോൾ സൈസ് ഓഫ് എ ഫോണ്ട് ഷോൺ ഓൺ എ സ്ക്രീൻ ഓർ പ്രിൻറ്റഡ് ഓൺ എ പേജ്. ഒരു പേജിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുന്ന ഫോണ്ടിൻ്റെ ഓവറോൾ സൈസിനെയാണ് എന്ത് പറയുന്നത്? ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത്. എ ഫോണ്ട് ഈസ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ എ പോയിൻറ്റ് സൈസ്. അപ്പോൾ ഒരു ഫോണ്ടിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഏതിലാണ്? പോയിൻറ്റ് സൈസിലാണ്. വി ക്യാൻ ചേഞ്ച് ദ ഫോണ്ട് സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ ദ നോട്ട് പാഡ് യൂസിങ് ഫോർമാറ്റ് മെനു. അപ്പോൾ നോട്ട് പാഡിൽ ഫോണ്ട് സൈസ് അല്ലെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഏത് മെനു ഉപയോഗിച്ചിട്ടാണ്? ഫോർമാറ്റ് മെനു. ചേഞ്ച് ടു ദ ഫോണ്ട് സൈസ് അഫക്ട്സ് ദ എൻ്റയർ ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഡോക്യുമെൻറ്റിലെ എല്ലാ ടെക്സ്റ്റിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു, എൻ്റയർ ടെക്സ്റ്റിനെയും അഫക്റ്റ് ചെയ്യുന്നു. വി ക്യാൻ ചേഞ്ച് ദ ഫോണ്ട് സൈസ് ഓഫ് ദ ടെക്സ്റ്റ് ബൈ ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്? നമ്പർ 1, ടൈപ്പ് ദ ടെക്സ്റ്റ് ഇൻ നോട്ട് പാഡ് വിൻഡോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ നോട്ട് പാഡ് വിൻഡോയിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുക? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ ക്ലിക്ക് ദ ഫോർമാറ്റ് മെനു. ഇതാണ് ഫോർമാറ്റ് മെനു എന്ന് പറയുന്നത്. ഫോർമാറ്റ് മെനു ക്ലിക്ക് ചെയ്യുക. സബ് മെനു വിൽ അപ്പിയർ. അപ്പോൾ ഇതുപോലുള്ള ഒരു സബ് മെനു ഇവിടെ വരുന്നുണ്ട്. ക്ലിക്ക് ഓൺ ഫോണ്ട് ഓപ്ഷൻ. അതിൽ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ. ഇതുപോലുള്ള ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ഗോ ടു ദ സൈസ് കോളം ടു സെലക്ട് ദ ഡിസൈഡ് സൈസ്. ഇതാണ് സൈസ് കോളം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്താണ് സൈസ് സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ ഓക്കെ ബട്ടൺ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദ ഫോണ്ട് സൈസ് ഓഫ് ദ ഫയൽ വിൽ ഗെറ്റ് ചേഞ്ച് അല്ലേ. അപ്പോൾ ഫോണ്ട് സൈസ് ഫയലിൻ്റെ ഫോണ്ട് സൈസ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലോ ഫോണ്ട് സൈസ് കുറവാണ്, എന്നാൽ ഇവിടെയാണെങ്കിലോ ഫോണ്ട് സൈസ് കൂടുതലാണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ലെറ്റ് us move on to the notebook. All of you open your notebook, write the lesson's name and today's date. Okay, please listen the hard words. Notepad, N-O-T-E-P-A-D, Notepad. View, V-I-E-W, view. Edit, E-D-I-T, edit. Title bar, T-I-T-L-E, title bar, B-A-R. Then format menu, F-O-R-M-A-T, format menu, M-E-N-U, format menu. All of you write these hard words 5 times neatly, touching the lines and send it to me. Okay, bye children. Morning children. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നതാണല്ലോ അല്ലേ? യെസ്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. ദെൻ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു. പുതിയ വർഷം വെൽക്കം ചെയ്തു. അപ്പോൾ നമുക്കിനി പഠിക്കേണ്ടത് തേർഡ് ടേം ആണ്. മലയാളത്തിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ലെസൺ ആണ് പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പാഠം കാലത്തിൻ്റെ മാറ്റങ്ങൾ എന്ന പാഠമാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. എന്താണ് കാലത്തിൻ്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലവും വാഹനങ്ങൾ ഇപ്പോൾ ഉള്ള കാലവും അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് വിവരണമാണ് നമുക്ക് മലയാളത്തിൽ നിന്ന് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് വാഹനമില്ലാതെ വണ്ടിയിൽ പോകാതെ നടന്നു പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇല്ലല്ലോ, ഇഷ്ടമല്ലല്ലോ. ഒന്നുകിൽ അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ അല്ലെങ്കിൽ കാറിൽ അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പണ്ട് കാലത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നടന്നാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ പാഠത്തിൽ നിന്നും ദിയ എന്ന് പറയുന്ന കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കുട്ടി ഇത്തിരി വാശിയൊക്കെയാണ് അല്ലേ. അങ്ങനെ ആ കുട്ടി സ്കൂളിൽ പോകാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അച്ഛൻ സ്കൂട്ടർ എടുത്തപ്പോൾ പറഞ്ഞു വേണ്ട, കാറിൽ പോയാൽ മതി അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മൂമ്മ പറയുകയാണ് മോളെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വാഹനങ്ങളെ കുറിച്ചും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരാം എന്നതാണ് പാഠത്തിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് പഠിക്കാം. അതിൽ നിന്നും ഹാർഡ് വേർഡ്സ് ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ടീച്ചർ വായിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ഓക്കെ ചിൽഡ്രൻ, പാഠം 11 കാലത്തിന്റെ മാറ്റങ്ങൾ.
അപൂർവം മഞ്ചൽ പല്ലക്ക് മരത്തടികൾ ചക്രങ്ങൾ. Once more to reading. അപൂർവം മഞ്ചൽ പല്ലക്ക് മരത്തടികൾ ചക്രങ്ങൾ. അപൂർവം മഞ്ചൽ പല്ലക്ക് മരത്തടികൾ ചക്രങ്ങൾ. ടീച്ചറിന് ടെക്സ്റ്റ് വായിച്ച് പറഞ്ഞു തരാം. All of you take your text, page number 39, പാഠം 11. കാലത്തിൻ്റെ മാറ്റങ്ങൾ. കാലത്തിൻ്റെ മാറ്റങ്ങൾ. ദിയ രാവിലെ ഉണർന്നു, പല്ലു തേച്ചു, കുളിച്ചു, കാപ്പി കുടിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് പഠിച്ചുകൊണ്ട് ചൊല്ലാനുള്ളതെല്ലാം ഒന്നുകൂടി നോക്കി. ബാഗിലെല്ലാം അടുക്കി വെച്ചു. ഒന്നും മറന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി. പ്രഭാത ഭക്ഷണം കഴിച്ചു, പോകാനൊരുങ്ങി. അപ്പോൾ അച്ഛനതാ സ്കൂട്ടറിൽ തയ്യാറായി ഇരിക്കുന്നു. ദിയയ്ക്ക് കാറിൽ പോയാൽ മതി. ദിയ അച്ഛനോട് വാശി പിടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ദിയയ്ക്ക് കൃത്യസമയത്ത് സ്കൂളിൽ എത്തണം, അത്രയല്ലേ വേണ്ടൂ. അച്ഛൻ എങ്ങനെ കൊണ്ട് വിട്ടാലെന്താ? പണ്ട് ഒരു വണ്ടിയും ഇല്ലായിരുന്നു. അന്നൊക്കെ ആളുകൾ നടന്നാണ് എവിടെയും പോയിക്കൊണ്ടിരുന്നത്. മോള് ചെല്ല്, വൈകിട്ട് വണ്ടിയെപ്പറ്റി അമ്മൂമ്മ പറഞ്ഞു തരും കേട്ടോ. പണ്ട് ഒരു വാഹനം പോലും ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കാനാകുമോ അങ്ങനെ ഒരു കാലത്തെപ്പറ്റി? ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്തെല്ലാം തരം വാഹനങ്ങളാണ് അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലും അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടായിരിക്കും. അവർ നിങ്ങൾക്ക് നല്ല നല്ല പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലേ? കഥകൾ പറഞ്ഞു തരും, പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലേ? ഓക്കെ, അങ്ങനെയുള്ള പാഠമാണിത്. നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടെക്സ്റ്റ് നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ദെൻ കാറും ബസ്സും സൈക്കിളും ബൈക്കും സ്കൂട്ടറും ഓട്ടോറിക്ഷയും ലോറിയും, അതും പല രൂപത്തിലുള്ളവ, തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ്. നടന്നു സഞ്ചരിക്കുന്നവർ വളരെ അപൂർവം. ഇന്നെല്ലാവർക്കും നടക്കാൻ മടിയാണ്. വാഹനങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ദിവസങ്ങളും ആഴ്ചകളും നടന്നാണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നത്. ധനികർക്ക് സഞ്ചരിക്കാൻ മഞ്ചലും പല്ലക്കും ഉണ്ടായിരുന്നു. അത് മനുഷ്യർ തന്നെ ചുമന്നുകൊണ്ട് പോകണം. മൃഗങ്ങളെ ഇണക്കി വളർത്തിയ മനുഷ്യർ കുതിര, കഴുത, ആന, ഒട്ടകം ഇവയൊക്കെ സഞ്ചാരത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. വെള്ളത്തിലൂടെ മരത്തടികൾ കൂട്ടിക്കെട്ടി ചങ്ങാടം ഉണ്ടാക്കി സഞ്ചരിച്ചു. പിന്നീട് മനുഷ്യർ തോണിയുണ്ടാക്കി. പിന്നെ ബോട്ടും കപ്പലും എല്ലാം കണ്ടുപിടിച്ചു. ചക്രങ്ങൾ കണ്ടുപിടിച്ചതോടെയാണ് എല്ലാത്തിനും മാറ്റമുണ്ടായത്. മൃഗങ്ങളെ വണ്ടിയിൽ കെട്ടി ദൂരത്തേക്ക് മനുഷ്യർ സഞ്ചരിച്ചു. ഇന്ന് കാളവണ്ടിയും കുതിരവണ്ടിയും വളരെ കുറവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? കുതിരവണ്ടി ഉണ്ടാവും അല്ലേ? ശംഖുമുഖത്തൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുതിരവണ്ടി ഉണ്ടാവും അല്ലേ? കാളവണ്ടി കണ്ടിട്ടുണ്ടാവുമോ എന്ന് ടീച്ചറിന് അറിയില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും കേട്ടോ. ഓക്കെ, ചക്രങ്ങൾക്കൊപ്പം മോട്ടോർ കൂടി കണ്ടുപിടിച്ചതോടെ എല്ലാം എളുപ്പമായി. പെട്രോളും ഡീസലും ഉപയോഗിച്ചാണ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിച്ചാണ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതെന്ന് നമ്മൾ EVS കഴിഞ്ഞ ടേമിൽ പഠിച്ചായിരുന്നു. യെസ്, ഇന്ന് വൈദ്യുതി കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഓടുന്ന വാഹനങ്ങൾ വരെ ആയി. കപ്പലും തീവണ്ടിയും വിമാനവുമെല്ലാം വളരെയധികം പേർക്ക് ദൂരേക്ക് പോകാൻ സൗകര്യമൊരുക്കുന്നു. സഞ്ചാരത്തിനും സാധനങ്ങൾ കൊണ്ടുപോകാനും മാത്രമല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. മണ്ണുമാന്തിയന്ത്രം, യുദ്ധവാഹനങ്ങൾ, റോഡ് റോളർ, ഫയർ എൻജിൻ എന്നിങ്ങനെ എന്തെല്ലാം മനുഷ്യർക്ക് ഇവയൊന്നും കൂടാതെ ഇനി ജീവിക്കാനാവില്ല. മണ്ണുമാന്തിയന്ത്രം, യുദ്ധവാഹനങ്ങൾ, റോഡ് റോളർ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. JCB ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ? യെസ്, JCB ആണ് ഇപ്പോൾ മണ്ണുമാന്തിയന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ റോഡ് റോളർ, ഫയർ എൻജിൻ ഇതെല്ലാം നിങ്ങൾക്കറിയാം. യുദ്ധവാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ എന്തെല്ലാം നവീനമായ വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തുള്ളത് അല്ലേ? യെസ്, മനുഷ്യർക്ക് ഇവയൊന്നും കൂടാതെ ഇനി
ജീവിക്കാനാവില്ല എന്നാണ് അല്ലേ. കാലത്തിൻ്റെ മാറ്റങ്ങൾ വന്നതാണ് ഇതുകൊണ്ട് ഈ പാഠം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് എല്ലാവരും നല്ലതുപോലെ വായിക്കണം. നമുക്കിനി നോട്ട്ബുക്കിൽ എഴുതാം. ഹാർഡ് വേർഡ്സ് ഉണ്ട്, നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. പാഠം 11 കാലത്തിൻ്റെ മാറ്റങ്ങൾ. അപൂർവം, മഞ്ചൽ, പല്ലക്ക്, മരത്തടികൾ, ചക്രങ്ങൾ. അപൂർവം, മഞ്ചൽ, പല്ലക്ക്, മരത്തടികൾ, ചക്രങ്ങൾ. റൈറ്റ് 5 times. റൈറ്റ് 5 times. Once more to reading, please listen here. അപൂർവം, മഞ്ചൽ, പല്ലക്ക്, മരത്തടികൾ, ചക്രങ്ങൾ. നീറ്റായിട്ട് എഴുതണം. 2 ലൈൻ ടച്ച് ചെയ്ത് എഴുതണം. നീറ്റായിട്ട് എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിനെ വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.